ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ സി ഇൻ്റഗ്രേറ്റർ ആണ്. ആർ സി ഇൻ്റഗ്രേറ്റർ ഈസ് ഓൾസോ ആക്ട് ആസ് എൻ ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന നേരം ലോ ഫ്രീക്വൻസിനെ മാത്രം, ഇപ്പോൾ ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസി കണ്ടൻറ്റുള്ള ഒരു സിഗ്നലിന് ലോ ഫ്രീക്വൻസി കണ്ടൻറ്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മോഡുലേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണെന്നിരിക്കുക. അതിൽ നമുക്കറിയാം കാരിയർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലും നമ്മൾ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അതായത് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്രീക്വൻസി സിഗ്നലായ ഇൻഫർമേഷൻ സിഗ്നൽ മാത്രമേ ആവശ്യമുള്ളൂ, ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആവശ്യമില്ല. അന്നേരം നമുക്കൊരു ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ ലോ ഫ്രീക്വൻസി മാത്രം വേർതിരിച്ചെടുക്കാം. ഈ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ആർ സി ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ നമുക്ക് ലോ ഫ്രീക്വൻസി മാത്രം കിട്ടും, ഹൈ ഫ്രീക്വൻസി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ യൂസ് ആർ സി ഇൻ്റഗ്രേറ്റർ ആസ് എ ലോ പാസ് ഫിൽട്ടർ, ലോ പാസ് ഫിൽട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്, ഒരു ആർ സി ഇൻ്റഗ്രേറ്ററായിട്ട് ആർ സി സർക്യൂട്ട് ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, അത് നമുക്കറിയാം. ഈ ആർ സി സർക്യൂട്ട് തന്നെ ഡിഫറൻഷിയേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മളെ ആർ സി ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട്. ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും അടങ്ങിയിരിക്കുന്നതാണ് ആർ സി ഇൻ്റഗ്രേറ്റർ. ദെൻ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. അന്നേരം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻ്റഗ്രേഷന് പ്രപ്പോർഷണലായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൾസോ എ ലോ പാസ് ഫിൽട്ടർ, ഒരു ലോ പാസ് ഫിൽട്ടറും കൂടിയാണ്. അന്നേരം ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം, വി ഈസ് പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി എൻ ഇൻറ്റു ഡി ടി. നമ്മൾ സാധാരണ ഇൻ്റഗ്രൽ അങ്ങനെയാണ് എഴുതുക. സോ വി ഈക്വൽ ടു സം ക്വാണ്ടിറ്റി കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി എൻ ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ ആ സർക്യൂട്ടിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഇൻ്റഗ്രേറ്റർ എന്ന് പറയാം. അന്നേരം ഇതിൽ ആർ സി ഇൻ്റഗ്രേറ്റർ നമ്മൾ ആറും സിയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കപ്പാസിറ്റർ അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ആ ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എന്തുണ്ട്, കുറച്ച് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അന്നേരം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി എൻ ഇൻറ്റു ഡി ടി ഇഫ് സം കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ്. അന്നേരം ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് സിമ്പിൾ ആർ സി സർക്യൂട്ട് കൊണ്ടാണ്. അന്നേരം ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നേരം ഇതൊരു ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ആറും സിയും വെച്ചാൽ അതൊരു ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ സം കണ്ടീഷൻ. അന്നേരം എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, എക്സ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു എന്താണ് ആർ. അന്നേരം എക്സിൻ്റെ വാല്യൂ, എക്സി എന്ന് പറയുന്നത് നമുക്കറിയാം, വാട്ട് ഈസ് എക്സി, എക്സി ഈക്വൽ ടു 1/2 പൈ എഫ് ഇൻറ്റു സി, വേർ എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് സി ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ. അങ്ങനെ നമ്മൾ എക്സി നോക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന ആറിൻ്റെ വാല്യൂവിനേക്കാളും വളരെ വളരെ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതെന്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ആർ സി ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ എക്സി കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരം ഡിഫറൻഷിയേറ്റർ ഡിസൈൻ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂവിനേക്കാളും വളരെ കൂടുതലായിട്ട് ഇടുകയാണെങ്കിൽ ഈ സർക്യൂട്ട് ഒരിക്കലും ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യില്ല. സോ
എക്സ് സി വെരി വെരി ഗ്രേറ്റർ ദാൻ വെരി വെരി സ്മോൾ ദാൻ ആർ എന്ന് എഴുതുന്നേരം നമുക്ക് ആ സർക്യൂട്ടിലുള്ള കറൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരായിരിക്കും? പിന്നെ ആ സർക്യൂട്ടിൽ എക്സ് സി ഇല്ല എന്നുള്ളത് പോലെ വരും അല്ലേ? ഈ സർക്യൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്യൂട്ടിൽ എക്സ് സി ഇല്ലാത്തതുപോലെ വരും. അന്നേരം എക്സ് സി ഇല്ലെങ്കിൽ എന്താണ് വരുന്നത്? സർക്യൂട്ടിൽ എക്സ് സി ഇല്ലെങ്കിൽ സി ഷോർട്ട് സർക്യൂട്ടായി പോയി. ലോ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അന്നേരം ഈ സർക്യൂട്ടിൽ വെറും 6 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. 6 മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ആർ. സോ ഐ ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. എപ്പോഴാണത്? എക്സ് സി വളരെ കുറവാകുന്ന സമയത്ത് എക്സ് സി ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ദാറ്റ് current through the circuit is determined by R or V in by R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറൻറ്റ് ഐ ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? വി ഇൻ ഡിവൈഡ് ബൈ ആർ എന്നായിട്ട് എടുക്കാൻ പറ്റും. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറൻറ്റ് ഐ എന്ന് പറയുന്നത് ആറിന് പ്രപ്പോർഷണലായിരിക്കും. നമ്മൾ ഈ എക്സ് സി എന്ന് പറഞ്ഞാൽ സ്മോൾ വാല്യൂ കപ്പാസിറ്റർ അല്ലെങ്കിൽ സ്മോൾ വാല്യൂ എക്സ് സി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോൾ വാല്യൂ എക്സ് സി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് ആണ്. കാരണം എക്സ് സി ഈക്വൽ ടു 1/2π എഫ് സി ആണ്. സീൻ്റെ വാല്യൂ കൂടുന്നേരമാണ് നമുക്ക് എക്സ് സി കുറഞ്ഞ് കിട്ടുക. അന്നേരം ഹൈ വാല്യൂ കപ്പാസിറ്റർ 20 മൈക്രോഫാരഡ് 10 മൈക്രോഫാരഡ് പോലെയുള്ള ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് ആയിരിക്കണം നമ്മളവിടെ കപ്പാസിറ്റർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മൾ കപ്പാസിറ്ററിന് ക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഇപ്പം നമുക്കറിയാം. ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത് C1 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം ആ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ കൂടെയുള്ള കറൻറ്റ് ഐ ഇൻറ്റു എക്സ് സി ചെയ്താൽ മതി. ഐ ഇൻറ്റു എക്സ് സി ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, നേരെ നമുക്കറിയാം വി ഔട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ് ചെയ്യുക. നേരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നേരം ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി എന്നുള്ള കണ്ടീഷൻ എടുക്കാം നമുക്ക്. ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യൂ ബൈ സി ആയിരിക്കും. കപ്പാസിറ്റർ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ക്യൂ ഡിവൈഡ് ബൈ സി ആയിരിക്കും. കാരണം ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഏതിന് അക്രോസാണ്? കപ്പാസിറ്ററിന് അക്രോസ് ആണ്. അതിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ഡിവൈഡ് ബൈ സി ചെയ്താൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടും. സോ ഈ ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ക്യൂ ഈക്വൽ ടു ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ക്യൂ കിട്ടണ്ടേ? അന്നേരം ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി ആണ്. ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂവിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നേരം ഇക്വേഷൻ എന്തായി മാറും? വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ സി നേരം, വേർ ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി എഴുതി വെക്കുക. ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി. സോ വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഇൻറ്റു ഡി ടി ഡിവൈഡ് ബൈ സി എന്ന് വരും. ഓർ വി ഔട്ട് ഈക്വൽ ടു നമ്മൾ ഐ എന്താണെന്ന് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ വി എൻ ഡിവൈഡ് ബൈ ആർ ആണ്. ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഓഫ് ഐ എന്നുള്ളതിന് പകരം ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു സി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും.
ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു സി ഇൻറ്റു ഡി ടി. കാരണം എന്താ, ഐക്ക് പകരം നമ്മൾ വി ഇൻ ബൈ ആർ എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ സി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഓക്കെ, ഓർ വി ഔട്ട് ഈക്വൽ ടു 1 ബൈ ആർ സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. വേർ 1 ബൈ ആർ സി നമുക്കറിയാം, ഒരു സർക്യൂട്ടിൽ നമ്മൾ സർക്യൂട്ടിൽ ആറും സിയും എടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ സിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയൊന്നുമില്ല. നമ്മളിപ്പോൾ 1 കിലോ ഓം അല്ലെങ്കിൽ 1 മൈക്രോ ഫാരഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് 1 ബൈ ആർ സി ആസ് എ കോൺസ്റ്റൻറ്റ്. സോ വി ഗെറ്റ് വി ഔട്ട് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി ഔട്ട് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് പറയുകയാണെങ്കിൽ വി ഔട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് പറയാം, കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അന്നേരം ഈ ഇക്വേഷൻ ഇത് ഇപ്പോൾ സാറ്റിസ്ഫൈ എക്സ് സി വെരി വെരി ലെസ് ദാൻ ആർ എന്നെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആർ സി ഇൻ്റഗ്രേറ്ററിൽ വി ഔട്ട് ഈസ് പ്രപ്പോർഷണൽ ടു വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അന്നേരം എങ്ങനെയാണെന്ന് വന്നതെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടി നോക്കാം. ഇവിടെ നമ്മളെടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് സി ഷുഡ് ബി വെരി വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ആർ. ആറിനേക്കാളും വളരെ കുറവാണ്, ആറിനേക്കാളും വളരെ കുറവാണ് എക്സ് സി എന്ന് പറയുന്നേരം സർക്യൂട്ടിലുള്ള കറൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ആർ ആൻഡ് കറൻറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് വി ഇൻ ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ് സി എന്നാണ് ശരിക്ക് വരേണ്ടത്. കറൻറ്റ് ഐ ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ് സി. ഇപ്പോൾ ഒരു 1000 ഓമാണ് എന്നിരിക്കുക, ആറ് 1 ഓമേ എക്സ് സി ഉള്ളൂ എങ്കിൽ വി ഇൻ ഡിവൈഡ് ബൈ 1001 എഴുതുന്നതും വി ഇൻ ഡിവൈഡ് ബൈ ആർ എഴുതുന്നതും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും അല്ലേ. അന്നേരം വി ഇൻ ഡിവൈഡ് ബൈ ആർ ഐ ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ ആർ എന്ന് നമുക്ക് കിട്ടും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഔട്ട്പുട്ട് കറൻറ്റ് വി ഇൻ ഡിവൈഡ് ബൈ ആർ ആണെങ്കിൽ എക്സ് സി നെക്രോസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ നെക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അന്നേരം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് ക്യൂ ബൈ സി എന്ന് എഴുതാം. കാരണം ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി ആണ്. ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി ആണെങ്കിൽ വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് എടുക്കാൻ പറ്റും. വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി. ക്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി ഡിവൈഡ് ബൈ സി എന്ന് എടുക്കാം. വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ സി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഓർ വി ഔട്ട് ഈസ് പ്രപ്പോർഷണൽ ടു 1 ബൈ ആർ സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി. ഓർ വി ഔട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ആർ സി ഇൻ്റഗ്രേറ്ററിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ R1 C1 വാല്യൂ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഇനി അടുത്ത് നോക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് സി ഷുഡ് ബി വെരി വെരി ലെസ് ദാൻ ആർ ആയിരിക്കണം. ഹിയർ എക്സ് സി എന്ന് പറയുന്നത് 1/2πfc ആണ്. നമുക്കറിയാം റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ആണ് എക്സ് സി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2πfc. then 1/2πfc ഈസ് വെരി വെരി ലെസ് ദാൻ ആർ. ആറിനേക്കാളും വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഇക്വേഷനിൽ എഫിന് ഇങ്ങോട്ടേക്കും ആറിന് ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്യാം. ആറിനെ താഴേക്ക് എടുക്കുക, എഫിനെ മുകളിലേക്ക് എടുക്കുക. അങ്ങനെ അന്നേരം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 1/2πRC ഈസ് വെരി വെരി ലെസ് ദാൻ എഫ് എന്ന് എടുക്കാൻ പറ്റും. 1/2πRC ഈസ് വെരി വെരി ലെസ് ദാൻ എഫ്, വേർ എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ്. സി ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് വാല്യൂ. അന്നേരം ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്?
1/2 pi RC is very very less than F. ഈ എഫിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എഫ് ഈക്വൽ ടു 1/t ആണ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓർ ഫ്രീക്വൻസി ഈക്വൽ ടു 1/t ആണ്. നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 1/2 pi RC ഈസ് വെരി വെരി ലെസ് ദാൻ 1/t എന്ന് എടുക്കും. ഇനി നമ്മൾ ഈ റെസിപ്രോക്കലാണ് നമ്മളിപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിലാണ് രണ്ടും കിടക്കുന്നത്. നമ്മളത് തിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 2 pi RC ഈസ് വെരി വെരി ലെസ് ദാൻ 2 pi RC ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ t എന്ന് വരും. 1/2 pi RC ഈസ് വെരി വെരി ലെസ് ദാൻ 1/t ആണെങ്കിൽ 2 pi RC ഷുഡ് ബി വെരി വെരി ഗ്രേറ്റർ ദാൻ t. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഇങ്ങനെ വരുന്നതെന്ന്. അന്നേരം ആർ സി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഈ 2 pi എന്നുള്ള ക്വാണ്ടിറ്റി 2 pi എന്നുള്ള ക്വാണ്ടിറ്റി 2 pi എന്നുള്ളത് നമ്മൾ താഴേക്ക് എടുക്കുകയാണെങ്കിൽ ആർ സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ t/2 pi എന്ന് വരും. 2 pi താഴേക്ക് പോകുന്ന ആർ സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ t/2 pi. 1/2 പൈൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചാണ്. ആർ സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 0.159t എന്ന് വരും. 0.159 എന്ന് പറയുന്നത് 1/2 പൈ ആണ്. 1/2 പൈൻ്റെ വാല്യൂ ആണ് 0.159. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. സോ t ഇൻറ്റു ടി. അന്നേരം ആർ സി ഇതിനേക്കാളും കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞാൽ ആർ സി ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം? 16t. അതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് ഡിഫറൻഷ്യേറ്ററിൻ്റെ ഇക്വേഷനായി മാറും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ഇൻ്റഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ. അന്നേരം ഇൻ്റഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ സി ഈക്വൽ ടു 16t. ആ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാബിലൊക്കെ ചെയ്യുന്നേരം നമുക്ക് ആർ സി ഇൻ്റഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആർ സി ഈക്വൽ ടു 16 ഇൻറ്റു ടി, വേർ ടി ഈസ് ദ ടൈം പീരീഡ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നലാണ്. ആൻഡ് ദിസ് ആർ സി ഈസ് കോൾഡ് ടൈം കോൺസ്റ്റൻറ്റ്. എന്താണ് ടൈം കോൺസ്റ്റൻറ്റ്? ടോ ഈക്വൽ ടു R into C, where time constant tau equal to R into C for an RC integrator. And this R into C, the product of R into C is called a time constant, and this time constant should be very very greater than the time period of the input signal. Input signalൻ്റെ time periodനേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കണം. സപ്പോസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഒരു 10 മില്ലി സെക്കൻഡെങ്കിലും ഉണ്ടായിരിക്കണം R ഇൻറ്റു സി. അങ്ങനെയായിരിക്കണം നമ്മൾ എടുത്തിരിക്കേണ്ടത്. അതിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ടി 1 മില്ലി സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ആർ സിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ആർ സി ഈക്വൽ ടു 16 ഇൻറ്റു ടി ആണ്. ടി എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ആർ സി ഈക്വൽ ടു 16 മില്ലി സെക്കൻഡ് നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ആർ അറിയുകയാണെങ്കിൽ സി ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ആർ സി ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അന്നേരം ആർ സി ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യുന്നേരം അതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് സി ഷുഡ് ബി വെരി വെരി ലെസ് ദാൻ ആർ ആണ്. ആ ഇക്വേഷനാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കിട്ടിയതും ആർ സി ഈക്വൽ ടു 16t എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു സർക്യൂട്ട് ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേവ് ഫോം കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ടിൽ വേവ് ഫോം കൊടുക്കുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇൻപുട്ടിൽ സൈൻ വേവ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നിരിക്കുക. ഇൻപുട്ടിൽ സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് സൈൻ വേവ്, ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഡി ടി, ഇൻ്റഗ്രൽ ഓഫ് സൈൻ ടി ഇൻറ്റു ഡി ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു? മൈനസ് കോസ് ടി ആണ്. നിങ്ങൾക്കറിയാം
അല്ലേ, മൈനസ് കോസ് ടി ആണ്. അന്നേരം നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മളൊരു സൈൻ വേവ് കൊടുക്കുന്നേരം നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക? ഔട്ട്പുട്ടിൽ മൈനസ് കൊസൈൻ വേവ് ആണ് കിട്ടുക. കൊസൈൻ വേവിൻ്റെ മൈനസ്, കൊസൈൻ വേവ് തിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ സൈൻ വേവ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കൊസൈൻ വേവ് എങ്ങനെയാണ് വരിക? കൊസൈൻ വേവ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഈ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കൊസൈൻ വേവിനെ തിരിച്ചിട്ടാൽ എന്ത് ചെയ്യും? -1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഇത് ഇൻപുട്ട് വേവ് ഫോം, ഇത് ഔട്ട്പുട്ട് വേവ് ഫോം. മൈനസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയുള്ളൊരു വേവ് ഫോം നമുക്ക് കിട്ടും. അന്നേരം ഇതുപോലെ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സൈൻ വേവ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് കൊസൈൻ വേവാണ് നമുക്ക്, നെഗറ്റീവ് കൊസൈൻ വേവായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ കൊസൈനെ നേരെ തിരിച്ചിട്ട പോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അത് ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട്. നേരെ നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ഇതുപോലെ കാണാൻ പറ്റും. രണ്ടിൻ്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെന്നിരിക്കുക. നേരെ സ്ക്വയർ വേവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സം ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 5 ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓഫ് 5 ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ 5t ആണ്. 5t എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇനിയിപ്പോൾ -5t ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. +5tക്ക് ഇങ്ങനെയും -5tക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതിനെ നമ്മൾ റാമ്പ് എന്ന് പറയുക. റാമ്പിൻ്റെ ഇക്വേഷനാണ്. അന്നേരം പോസിറ്റീവ് റാമ്പും നെഗറ്റീവ് റാമ്പും ചേർന്നതാണ് ഒരു ട്രയാങ്കുലർ വേവ്. അന്നേരം നമ്മൾ ഇൻപുട്ടിൽ സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത്. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റായി പെട്ടെന്ന് മാറി ദെൻ പിന്നെയും കോൺസ്റ്റൻ്റായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വേവാണ് എന്ത്? സ്ക്വയർ വേവ്. അന്നേരം സ്ക്വയർ വേവ് നമ്മൾ ഇൻപുട്ടിൽ കോൺസ്റ്റൻ്റ് വേവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻ്റഗ്രേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിന് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എങ്ങനെ കിട്ടുക എന്നുള്ളതിൻ്റെ ഒരിതാണ് കൊടുത്തിരിക്കുന്നത്. 2 വേവ് ഫോംസാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് സൈൻ വേവും ഒന്ന് സ്ക്വയർ വേവുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലോ പാസ് ഫിൽട്ടർ. നമുക്ക് ലോ പാസ് ഫിൽട്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇൻപുട്ട് ഇൻ്റഗ്രൽ ഫോം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് സ്ക്വയർ ഇൻ്റഗ്രേറ്റേഴ്സ് യൂസ് ചെയ്യാം. സോ യു വാണ്ട് ടു ഡിസൈൻ എ സർക്യൂട്ട്. ഒരു 1 മില്ലിസെക്കൻഡ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് RC ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യാം. ചൂസ് ദ വാല്യൂ ഓഫ് R ഈക്വൽ ടു 1 കിലോ ഓം. 1 കിലോ ഓം ആയിട്ട് യൂസ് ചെയ്യാം. അന്നേരം ഇൻപുട്ട് സിഗ്നലിൻ്റെ ടൈം പീരീഡ് 1 മില്ലിസെക്കൻഡ്, R ഈക്വൽ ടു 1 കിലോ ഓം ആണെങ്കിൽ ഒരു RC ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.